ഹലോ എവരിവൺ, എല്ലാവർക്കും എയ്സിൽ അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നലെ നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓഗസ്റ്റ് 1 എന്ത് ചെയ്യുന്നു 6 മണിക്ക് നമ്മുടെ ചലച്ചിത്ര അവാർഡ് അല്ലേ 71ാമത് എന്താണ് ചലച്ചിത്ര അവാർഡുകൾ 2020 എന്ത് ചെയ്യുന്നു അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ആരൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്, അവാർഡ് ലഭിച്ചിട്ടുള്ളത്, ഏതൊക്കെ നടന്മാർക്കാണ്, ഏതൊക്കെ സിനിമയ്ക്കാണെന്നുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പറയാം. അപ്പം ആദ്യത്തേത് ദേശീയ പുരസ്കാരം നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ നോട്ടെ നമുക്ക് എന്ത് ചെയ്യാം മൊത്തത്തിൽ കവർ ചെയ്ത് വരാം. ഓക്കെ, നമ്മൾ ഒറ്റ ഇന്ത്യൻ വീഡിയോ ഒന്നും അല്ല, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കുറച്ച് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം പറയുന്നതായിരുന്നു മികച്ച നടൻ ആരായിരുന്നുള്ള. ഓക്കെ ഇല്ലേ, 71 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആരായിരുന്നു ഷാറൂഖ് ഖാൻ അല്ലേ. നമ്മുടെ ഷാറൂഖ് ഖാൻ ജവാൻ സിനിമയ്ക്കകത്ത് സിനിമ അഭിനയിച്ചിന് ഷാറൂഖ് ഖാനും, അതേപോലെ തന്നെ 12th ഫെയിൽ. ഓക്കെ, 12th ഫെയിൽ എന്ന സിനിമയിൽ വിക്രം മാസിക്ക് അല്ലെ, വിക്രം മാസിക്ക് വരുന്നത് പറയുന്നത് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയായിരുന്നു? ഷാറൂഖ് ഖാൻ ഏത് സിനിമയ്ക്കകത്തായിരുന്നു? ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. ഏതാണ്? ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഷാറൂഖ് ഖാനും, അതേപോലെ തന്നെ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആർക്ക്? വിക്രം മാസിക്ക് വരുന്ന എന്ത് ലഭിച്ചിരുന്നത്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്കറിയായിരിക്കില്ല, 12th ഫെയിൽ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മൂവിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ആ സിനിമയ്ക്ക് എന്ത് ചെയ്യുന്നു, വിക്രം മാസിക്ക് അതേപോലെ തന്നെ ഷാറൂഖ് ഖാനും എന്ത് ചെയ്യുന്നത് മികച്ച നടനായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മികച്ച നടി ആരാണെന്നുള്ളതാണ്. ഓക്കെ, മികച്ച നടി ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. മികച്ച നടി ആരായിരുന്നു? റാണി മുഖർജി ആയിരുന്നു. ആരാണ്? റാണി മുഖർജിയാണ് അല്ലെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. റാണി മുഖർജി ആയിരുന്നു പറയുന്നത് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഏത് സിനിമയാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്നതാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? റാണി മുഖർജിക്ക് മികച്ച നടി എന്നുള്ളതിൽ എന്ത് ചെയ്തു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പറയുന്ന റാണി മുഖർജിക്ക് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചിരുന്നത്? ഈ പറയുന്ന റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? റാണി മുഖർജിക്കാണ്. ഏതാണ് സിനിമയുടെ പേര്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ളതാണ്. ഓക്കെ, നോർവേ എന്നായിരുന്നു സിനിമയുടെ പേര്. ഓക്കെ, അടുത്ത നോക്കാം ആർക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചെന്ന് നോക്കാം. ഓക്കെ, മികച്ച സംവിധാനങ്ങൾ അവാർഡ് ആർക്കാണ് ലഭിച്ചെന്ന് നോക്കാം. ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ്. ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ് എന്ത് ചെയ്തത് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ്. സിനിമ ഏതാണ്? ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് സുദീപ്തോ സെന്നിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ്. ഇപ്പോൾ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ്? സുദീപ്തോ സെന്നിനാണ്. ദി കേരള സ്റ്റോറിക്കാണ്. ഓക്കെ, ദി കേരള സ്റ്റോറിക്ക് സുദീപ്തോ സെൻ എന്ത് ചെയ്തത് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ മികച്ച ഛായാഗ്രഹണം ആർക്കാണ്? അത് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലേ. മികച്ച ഛായാഗ്രഹണം ഈ സിനിമയ്ക്കാണ്. ഈ പറയുന്ന ദി കേരള സ്റ്റോറിക്കാണ് പറയുന്നത് മികച്ച ഛായാഗ്രഹണം ഏത് സിനിമയ്ക്കായിരുന്നു? ഈ പറയുന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് എന്ത് ചെയ്തത് മികച്ച ഛായാഗ്രഹണവും ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മികച്ച ഛായാഗ്രഹണം ഏത് സിനിമയ്ക്കായിരുന്നു? ഈ പറയുന്ന ദി കേരള സ്റ്റോറിക്ക് ആയിരുന്നു. ഓക്കെ, അത് ആർക്കാണ് കിട്ടിയത്? പ്രശാന്തനു മൊഹപാത്രയ്ക്കാണ്. പ്രശാന്തനു മൊഹപാത്രയ്ക്കാണ് എന്ത് കിട്ടിയത്? ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് മികച്ച ഛായാഗ്രഹണത്തിനുള്ള എന്ത് കിട്ടിയത് പറയുന്ന മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മികച്ച നടൻ എന്നുള്ള ഷാറൂഖ് ഖാനും അതേപോലെ വിക്രം മാസിക്കുമാണ്. ഷാറൂഖ് ഖാൻ ജവാൻ എന്ന സിനിമയ്ക്കാണ്, വിക്രം മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയ്ക്കായിരുന്നു. മികച്ച നടി എന്ന് പറഞ്ഞ റാണി മുഖർജിയാണ്. റാണി മുഖർജിക്ക് ഏത് സിനിമയ്ക്കായിരുന്നു? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കായിരുന്നു ആർക്ക് കിട്ടിയത്? റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞ സുദീപ്തോ സെൻ എന്ന് പറഞ്ഞ വ്യക്തിക്കായിരുന്നു. സുദീപ്തോ സെന്നിന്റെ ഏത് സിനിമയ്ക്കായിരുന്നു? സുദീപ്തോ സെന്നിന്റെ ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക്, കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് സുദീപ്തോ സെന്നിന് എന്ത് ലഭിച്ചത് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച ഛായാഗ്രഹണം. ഓക്കെ, മികച്ച ഛായാഗ്രഹണം ആർക്കാണ്? പ്രശാന്തനു മൊഹപാത്രയ്ക്കാണ്. പ്രശാന്തനു മൊഹപാത്രയ്ക്ക് ദി കേരള സ്റ്റോറി സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് മികച്ച സഹനടി ആരാണെന്നുള്ളതാണ്. ഓക്കെ, മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. ഓക്കെ, നോക്കാം ആർക്കാണ് ലഭിച്ചത്? ഉർവശിക്കാണ് അല്ലെ. നമ്മുടെ മലയാളിയായിട്ടുള്ള ഉർവശിക്ക് ഉള്ളൊഴുക്ക് അറിയാലോ, വളരെ
ഒരുപാട് പേരെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള വളരെ നല്ലൊരു മികച്ചൊരു ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് അല്ലേ. ആ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആയിരുന്നു പറയുന്നത് ഉർവശിക്ക് ആയിരുന്നു എന്ത് ലഭിച്ചത്, മികച്ച സഹനടിക്കുള്ള അവാർഡ് അല്ലെ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഉർവശിക്കായിരുന്നു. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. ഏതാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് ചെയ്യുന്നത് ലഭിച്ച് ആ സിനിമയിലെ അഭിനയത്തിനാണ് എന്ത് ചെയ്യുന്നത് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താ ജാനകി ബോഡിവാല, ഓക്കെ, ജാനകി ബോഡിവാല എന്ന് പറയുന്ന അവർക്ക് എന്ത് ചെയ്തു വഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വഷ്, ഓക്കെ, വഷ് എന്ന് പറഞ്ഞ മൂവിക്കാണ് എന്ത് ലഭിച്ചത്, ജാനകി ബോഡിവാലയ്ക്ക് എന്ത് ലഭിച്ചത്, മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. രണ്ടുപേർക്കാണ്, ഒന്ന് ഉർവശിക്കും അതേപോലെ മറ്റാൾക്കാണ് ജാനകിക്കും. ഓക്കെ, ഉർവശിക്കും ജാനകിക്കാണ് എന്ത് ലഭിച്ചത്, മികച്ച സഹനടിക്കുള്ള എന്ത് ലഭിച്ചത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഉർവശി ജാനകി അല്ലേ, ഉർവശി ജാനകിക്ക് എന്ത് ലഭിച്ചു, സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചു. ഓക്കെ, ഉർവശിക്ക് എന്ത് സിനിമയ്ക്കാണ്, ഉള്ളൊഴുക്കുന്ന സിനിമയ്ക്കാണ്. ഇതാണ് ഉള്ളൊഴുക്കുന്ന സിനിമയ്ക്കാണ് ഇത് ആർക്ക് ലഭിച്ചത്, ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പേര് ഒരിക്കലും ഉർവശി നമ്മൾ ഒരിക്കലും മറക്കില്ലേ, വളരെ വെസറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഈ പറയുന്നത് ഉർവശി എന്ന് പറയുന്നത്. ഓക്കെ, ആ പേര് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക മറക്കില്ല. ജാനകി ബോഡിവാല എന്ന് പറയുന്ന ഒരു നമ്മളെ മലയാളി അല്ലാത്തൊരു നടിയാണ്. ഓക്കെ, അവരെ എന്താണ് വഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവർക്കാണ് മികച്ച സഹനടിക്കുള്ള എന്ത് ചെയ്യുന്നത് സഹനടിക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ രണ്ട് പേരുകൾ എന്ത് ചെയ്യുക, ഉർവശി ജാനകി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് മികച്ച എഡിറ്റർ. ഓക്കെ, മികച്ച എഡിറ്റർക്കുള്ള എന്ത് ലഭിച്ചത്, മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് നോക്കാം അല്ലെ. നമുക്കറിയാം, ഇത് നിങ്ങൾ ഈ ചലച്ചിത്ര പുസ്തകം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മലയാളി തിളക്കങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് മലയാളികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവാർഡ് ലഭിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മികച്ച എഡിറ്റർ ആരാന്ന് നോക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച എഡിറ്ററായിട്ട് ലഭിച്ച ആർക്കാണ്, മിഥുൻ മുരളിക്കാണ്. ആർക്കാണ്, മിഥുൻ മുരളിക്കാണ്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ് അല്ലെ. പൂക്കാലം എന്ന സിനിമയ്ക്കകത്ത് എഡിറ്റിംഗിലാണ്, ആ സിനിമയുടെ എഡിറ്റിംഗിലാണ് ആർക്ക് ലഭിച്ചത്, മികച്ച എഡിറ്റർ എന്നുള്ള അവാർഡ് ആർക്ക്, മിഥുൻ മുരളിക്ക് ലഭിച്ചത് അല്ലേ. മികച്ച എഡിറ്റർ മിഥുൻ മുരളിക്കാണ്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി അല്ലെ. നമുക്ക് ഒരു പ്രാസം കണ്ടെത്താൻ പറ്റും അല്ലെ, മികച്ച എഡിറ്റർ മിഥുൻ മുരളി അല്ലെ. അപ്പൊ മികച്ച എഡിറ്ററായിട്ട് ലഭിച്ച ആർക്കാണ്, മിഥുൻ മുരളിക്കാണ്. ആർക്കാണ്, മിഥുൻ മുരളിക്കാണ്. ഓക്കെ, എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മിഥുൻ മുരളി. ഓക്കെ, മിഥുൻ മുരളിക്ക് എന്ത് ലഭിച്ചു, ഈ പറയുന്ന മികച്ച എഡിറ്റർ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ മികച്ച എഡിറ്റർ ഇപ്പോഴേ പഠിച്ചു. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു. ആർക്കാണ്, മിഥുൻ മുരളിക്ക് എന്ത് ലഭിച്ചു, പൂക്കാലം എന്ന സിനിമയ്ക്ക് മികച്ച എഡിറ്ററായിട്ട് ആർക്ക് ലഭിച്ചു, മിഥുൻ മുരളിക്ക് ലഭിച്ചു. എന്ത് ലഭിച്ചു, 71ാമത് ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച എഡിറ്ററായിട്ടുള്ള അവാർഡ് അർഹനായി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം മികച്ച സഹനടൻ ആരാന്നുള്ളത്. മികച്ച സഹനടൻ ആരാന്ന് നോക്കാം. ആരാണ് മികച്ച സഹനടൻ, വിജയരാഘവനാണ് അല്ലേ. വിജയ നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വിജയരാഘവനാണ് എന്ത് ലഭിച്ചത്, മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് അല്ലേ. വിജയരാഘവന് മികച്ച സഹനടനുള്ള അവാർഡ് ആർക്ക് ലഭിച്ചു, വിജയരാഘവൻ ലഭിച്ചു. ഏതാണ് സിനിമ, പൂക്കാലം എന്നാണ് സിനിമയുടെ പേര്. എന്താണ്, പൂക്കാലം എന്ന സിനിമയ്ക്ക് വിജയരാഘവൻ എന്ത് ലഭിച്ചത്, മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. ആർക്കാണ്, മികച്ച സഹനടനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്, വിജയരാഘവനാണ്. ഏത് സിനിമയ്ക്ക്, പൂക്കാലം എന്ന സിനിമയ്ക്കായിരുന്നു. ഓക്കെ 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 അടുത്തത് മികച്ച സഹനടനുള്ള രണ്ടാമത്. ഓക്കെ, രണ്ട് വ്യക്തികൾ നമുക്കറിയാം, രണ്ട് വ്യക്തികൾക്കാണ് സഹനടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കൊക്കെയാണ്, ഒന്ന് വിജയരാഘവന്, പൂക്കാലം മലയാളിയാണ്. അടുത്തത് അതാണ് മുത്തുപ്പാട്ടെ സോമു ഭാസ്കർ. ഓക്കെ, മുത്തുപ്പാട്ടെ സോമു ഭാസ്കർ പാർക്കിംഗ് എന്ന സിനിമയ്ക്ക്. ഓക്കെ, പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുത്തുപ്പാട്ടെ സോമു ഭാസ്കർക്കാണ് എന്ത് ലഭിച്ചത്, മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് വ്യക്തികളാണ്. ഒന്നും പറഞ്ഞാലാണ് മലയാളിയായിട്ടുള്ള വിജയരാഘവൻ അല്ലേ, ആ പേര് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അല്ലേ. മലയാളിയായിട്ടുള്ള വിജയരാഘവന് മികച്ച സഹനടനുള്ള അവാർഡ് പൂക്കാലം എന്ന സിനിമയ്ക്ക് അർഹനാവുകയും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഓക്കെ, മുത്തുപ്പേട്ടെ സോമു ഭാസ്കർക്ക് എന്ത് ലഭിച്ചു, പാർക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അല്ലെ. പുതുതായിട്ട് ഇറങ്ങിയ ഒരു പടമാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, പാർക്കിംഗ് എന്ന് പറഞ്ഞ മൂവിയില് മുത്തുപ്പേട്ടെ എന്താണ് സോമു ഭാസ്കർക്ക് എന്ത് ലഭിച്ചു, മികച്ച സഹനട അവാർഡ്. ഇപ്പൊ രണ്ടുപേരാണ് അതിനകത്ത് അവാർഡ് ലഭിച്ച, ഒന്ന് വിജയരാഘവനും ഒന്ന് എന്താണ് മുത്തുപ്പേട്ടെ സോമു ഭാസ്കർക്കും. ഓക്കെ, മുത്തുപ്പാട്ടെ സോമു ഭാസ്കർ. ഓക്കെ, വിജയരാഘവനും ഒന്ന് ഭാസ്കരനും. ഓക്കെ, ഭാസ്കരന് രാഘവനും എന്ത് ലഭിച്ചു, ഈ പറയുന്ന എന്ത് ചെയ്തു, സഹനടനുള്ള അവാർഡ് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചോക്കെ, നിങ്ങൾ ഓരോ കോഡ് ഉണ്ടാക്കി പഠിച്ചോക്കെ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വളരെ എന്ത് ചെയ്യും, പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ ഈ ഒരു കോഡുകൾ മറ്റും എന്ത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുകയാണെങ്കിൽ വളരെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൊതുവെ വിജയരാഘവൻ എന്നുള്ള പേരോ മറ്റും വളരെ സുപരിചിതമായിട്ടുള്ള മലയാളി നടനായതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഒരിക്കലും ആ പേര് നമുക്ക് മറക്കല്ലായിരിക്കും. ഓക്കെ, മറ്റ് പേരുകളൊക്കെ മുത്തുപ്പാട്ടെ സോമു ഭാസ്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാനകി ബോഡിവാല ആയിക്കോട്ടെ, ഇവർക്ക് എന്ത് ചെയ്യുക പേരുകളൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ മറന്നു വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ചില
കോഡുകളൊക്കെ വെച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ മികച്ച സഹനടൻ ആരാണ്? വിജയരാഘവനാണ്. പൂക്കാലമാണ്. അതേപോലെ തന്നെ രണ്ടാമത് ആർക്കാണ്? അത് പറയുന്നത് മുത്തുപ്പട്ടെ സോമുഭാസ്കർക്കാണ്. പാർക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, പാർക്കിംഗ്. ഓക്കെ, അടുത്തത് മികച്ച സംഗീത സംവിധാനം. ഓക്കെ, മികച്ച സംഗീത സംവിധാനം എന്നുള്ളത് ആ കാറ്റഗറിയിൽ ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. മികച്ച സംഗീത സംവിധാനം ആർക്കാണ്? GV പ്രകാശനാണ് അല്ലേ? GV പ്രകാശനാണ് അല്ലേ? ആ പേര് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അല്ലേ? നമ്മൾക്ക് ഒരുപാട് അറിയാവുന്ന ഒരു തമിഴ് ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് GV പ്രകാശ് എന്ന് പറയുന്നത്. GV പ്രകാശിന്റെ വാത്തി എന്ന സിനിമയ്ക്ക് GV പ്രകാശിന്റെ വാത്തി എന്ന മൂവിയിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത പാട്ടിനാണ് എന്ത് ലഭിച്ചത്? മികച്ച സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് എന്ത് നേടിക്കൊടുത്തത്? അവാർഡ് നേടിക്കൊടുത്തത്. അപ്പോൾ 71ാം ചലച്ചിത്ര പുരസ്കാരത്തിനകത്ത് മികച്ച സംഗീത സംവിധായകൻ എന്നുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? GV പ്രകാശിന് വാത്തി എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, അടുത്ത് നോക്കാം മികച്ച പശ്ചാത്തല സംഗീതം. മികച്ച പശ്ചാത്തല സംഗീതം ആർക്ക് നോക്കാം? ഹർഷവർദ്ധൻ രാമേശ്വരനാണ്. ഓക്കെ, ഹർഷവർദ്ധൻ രാമേശ്വരൻ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? ആനിമൽ എന്ന് പറഞ്ഞ മൂവിക്ക്. ഓക്കെ, ഹർഷവർദ്ധൻ രാമേശ്വർ. ഓക്കെ, ഹർഷവർദ്ധൻ രാമേശ്വർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ആനിമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ത് ലഭിച്ചു? മികച്ച പശ്ചാത്തല സംഗീതം. ഓക്കെ, മികച്ച പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് ലഭിച്ചു. ഓക്കെ, 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് ലഭിച്ച ആർക്കാണ്? ഹർഷവർദ്ധനൻ രാമേശ്വരൻ എന്നാണ്. ആർക്കാണ്? ഹർഷവർദ്ധൻ രാമേശ്വരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനാണ്. ഏത് സിനിമയ്ക്കാണ്? ആനിമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഏതാണ്? ആനിമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, മറക്കരുത്. മികച്ച സംഗീത സംവിധായകൻ ആരാണ്? GV പ്രകാശ്. മികച്ച പശ്ചാത്തല സംഗീതം, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആർക്കായിരുന്നു? ഹർഷവർദ്ധൻ രാമേശ്വരക്കാണ്. ആനിമൽ എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, അടുത്ത് നോക്കാം മികച്ച ഗായിക ആരാണെന്ന് നോക്കാം അല്ലെ? മികച്ച ഗായിക ആരാ നോക്കാം. ആരാണ്? ശില്പ റാവു ആണ്. ആർക്കാണ്? ശില്പ റാവു ആണ് മികച്ച ഗായിക എന്ന് പറയുന്ന ആരാണ്? ശില്പ റാവു ആണ്. ഏതാണ് ചിത്രം? ജവാൻ അല്ലേ? നമ്മുടെ എന്താണ് ഷാറൂഖ് ഖാന്റെ ചിത്രമായിട്ടുള്ള ജവാനാണ് അല്ലേ? മികച്ച ചിത്രമായിട്ടുള്ള ജവാനാണ്. ഷാറൂഖ് ഖാന്റെ ചിത്രമായിട്ട് ജവാനാണ് ഇത് ലഭിച്ചത്. ആ സിനിമയിലെ പാട്ടുകൾക്കല്ലേ, പാട്ടുകൾക്കാണ് ആർക്ക് ലഭിച്ചത്? ശില്പ റാവുവിന് എന്ത് ലഭിച്ചത്? മികച്ച ഗായികയ്ക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് അല്ലെ? അപ്പൊ കൂടെ പറയുന്നത് 73, 71 പറയുന്നത് നിങ്ങൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തിയോ ഓർക്കുക, 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഒക്കെ മികച്ച ഗായിക എന്ന കൊണ്ട് ലഭിച്ച ആർക്കാണ്? ശില്പ റാവുവിന്. ആരാണ്? ശില്പ റാവു ആണ്. ഏത് സിനിമയ്ക്കാണ്? ജവാനാണ്. ഓക്കെ, ജവാനാണ്. അടുത്തത് മികച്ച ഗായകൻ ആരാന്നുള്ളതാണ്. ഓക്കെ, മികച്ച ഗായകൻ ആരാന്നുള്ളതാണ്. മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ്? PVNS ലോഹിത്തിനാണ്. ആർക്കാണ്? PVNS ലോഹിത്തിനാണ്. ബേബി എന്ന ചിത്രത്തിനാണ്. ഓക്കെ, ബേബി എന്ന ചിത്രത്തിന് PVNS ലോഹിത്തിനാണ് എന്ത് ലഭിച്ചത്? മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് ആർക്കായിരുന്നു? PVNS ലോഹിത്തിനായിരുന്നു. ചിത്രം എന്ന് പറയുന്നത് ബേബി എന്നുള്ളതാണ്. ഓക്കെ, ബേബി എന്ന ചിത്രത്തിന് PVNS ലോഹിത്തിനാണ് ലഭിച്ചത് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മികച്ച ഗായിക ശില്പ, മികച്ച ഗായക രോഹിത്. ഓക്കെ, ഗായകൻ രോഹിത്, ഗായിക ശില്പ. ഓക്കെ, ചിത്രയും ഓർത്ത് ഓർമ്മ വരുന്നു. ഓക്കെ, ഓക്കെ, മികച്ച ഗായികാരാണ് ശില്പയാണ്, ശില്പ റാവു. അതേപോലെ മികച്ച ഗായകൻ രോഹിത്. ഓക്കെ, അതാണ് PVNS രോഹിത്. അടുത്ത നോക്കാം മികച്ച ഗാനരചകന. ഓക്കെ, മികച്ച ഗാനരചനായിരുന്നു കസർല ശ്യാമിനാണ്. കാരണം കസർല ശ്യാമിനാണ് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതേപോലെ തന്നെ മികച്ച മലയാള ചിത്രം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. മികച്ച സഹനടിക്കുള്ള അവാർഡ് ആർക്കായിരുന്നു? ഉർവശിക്കായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയ്ക്കാന്ന് പറഞ്ഞു നമ്മൾ ഉള്ളൊഴുക്ക് സിനിമയ്ക്ക് പറഞ്ഞു. അതേ സിനിമയ്ക്ക് തന്നെ മികച്ച മലയാള ചിത്രമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. മികച്ച മലയാള ചിത്രം ഏതാണ്? ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ്. ഏതാണ്? ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സംവിധായകനായിരുന്നു ക്രിസ്റ്റോ ടോമിയാണ്. ഓക്കെ, ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് സിനിമയാണ് മികച്ച മലയാള ചിത്രമായിട്ട് എടുത്തിട്ടുള്ളത്. മികച്ച ഗാനരചന ഏതാണ്? കസർല ശ്യാമിനാണ് ലഭിച്ചത്. ഓക്കെ, മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? കസർല ശ്യാമാണ്. മികച്ച മലയാള ചിത്രം എന്ന് പറയുന്നത് ഉള്ളൊഴുക്കാണ്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. ആരാണ് സംവിധാനം? ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. അതിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. ഓക്കെ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആർക്കാ നോക്കാം. ഓക്കെ, അത് ആർക്കാണ്? മലയാളിക്ക് തന്നെയാണ് അല്ലേ? മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മലയാളിയായിട്ടുള്ള മോഹൻദാസിന്. ഈ സിനിമയ്ക്കാണ് 2018 അല്ലേ? പ്രത്യേക പരാമർശം ലഭിച്ച സിനിമയും കൂടെയാണ് നമ്മുടെ പറയുന്നത് 2018 എന്ന് പറയുന്നത്. ഓക്കെ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മോഹൻദാസിനാണ് 2018 എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, അതേപോലെ നോക്കാം മികച്ച തിരക്കഥ. ഓക്കെ, മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ് നോക്കാം. ഓക്കെ, മികച്ച തിരക്കഥ അവാർഡ് ലഭിച്ച ആർക്കാണ്? സായി രാജേഷ് നിലത്തിനാണ്. സായി രാജേഷ് നിലത്തിനാണ്. ഓക്കെ, ബേബി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയ്ക്കാണ്. ഓക്കെ, ബേബി തെലുങ്ക് സിനിമയ്ക്കാണ്. അതേപോലെ എന്താ രാംകുമാർ ബാലകൃഷ്ണന്റെ. ഓക്കെ, രാംകുമാർ ബാലകൃഷ്ണൻ ഏത് സിനിമയ്ക്ക്? പാർക്കിംഗ് എന്നുള്ള സിനിമ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ പാർക്കിംഗ് എന്നുള്ള സിനിമയ്ക്ക് രാംകുമാർ ബാലകൃഷ്ണന്റെ പാർക്കിംഗ് തമിഴ് സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്ക്. അതേപോലെ തന്നെ എന്താ സായി രാജേഷ് നിലത്തിന്. ഓക്കെ, സായി രാജേഷ് നിലം എന്ന് പറയുന്നത് സായി രാജേഷ് നീലം എന്നാണ്. ഓക്കെ, സായി രാജേഷ് നീലത്തിന് ബേബി എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയ്ക്കാണ് ഇതിന് ലഭിച്ചത് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മികച്ച തെലുങ്ക് ചിത്രം ഏതാന്ന് നോക്കാം. മികച്ച തെലുങ്കു ചിത്രം ഏതാന്ന് നോക്കാം. ഏതാണ്? ഭഗവന്ത് കേസരി അല്ലേ? ഭഗവന്ത് കേസരി എന്ന് പറയല്ലേ? ഭഗവന്ത് കേസരി എന്ന് പറയുന്ന ചിത്രത്തിനായിരുന്നു എന്ത് ലഭിച്ചത്? മികച്ച തെലുങ്കു ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഏതാ ചിത്രത്തിനായിരുന്നു? ഭഗവന്ത് കേസരി. ഓക്കെ, നമുക്കറിയാലോ അല്ലേ?
ഓക്കെ, നമ്മുടെ ബാലയ്യയുടെ അല്ലേ, ബാലയ്യയുടെ പടമായിരുന്നു പറയുന്നത് ഭഗവാൻ കേസരി എന്ന് പറയുന്നത്. ആ ഭഗവാൻ കേസരി ചിത്രത്തിനാണ് അതിന് ലഭിച്ചത് മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ്? ഭഗവാൻ കേസരി എന്നുള്ള സിനിമയ്ക്കാണ്. ഓക്കെ, ഭഗവാൻ കേസരി എന്ന സിനിമയ്ക്ക് മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഏതാന്ന് ഓർക്കണം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഓക്കെ, അടുത്ത നോക്കാം, 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തമിഴ് സിനിമ ഏതാണെന്ന് നോക്കാം. മികച്ച തമിഴ് സിനിമ ഏതാണെന്ന് നോക്കാം. ഏതാണ്? പാർക്കിംഗ് എന്ന സിനിമയാണ്. ഇതാണ് പാർക്കിംഗ് എന്ന സിനിമയാണ് അല്ലേ. പാർക്കിംഗ് എന്ന് പറഞ്ഞ തമിഴ് പടത്തിനാണ് എന്ത് ലഭിച്ചത്? മികച്ച തമിഴ് ചിത്രമായിട്ട് എടുത്തു. ഓക്കെ, തമിഴിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് എടുത്ത് ഏതാണ്? 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രത്തിനാണ്? പാർക്കിംഗ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഓക്കെ, അടുത്ത് നോക്കാം, പ്രത്യേക ജൂറി പരാമർശങ്ങൾ ഏതെല്ലാം നോക്കേ. പ്രത്യേക ജൂറി പരാമർശങ്ങൾ ഏതെല്ലാം നോക്കാം. ഓക്കെ, ഒന്ന് തന്നെ ഡോക്യുമെന്ററി. ഓക്കെ, ഡോക്യുമെന്ററി നോക്കി എന്താണ്? നെക്കൽ എന്ന് പറഞ്ഞേ, നെക്കൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഡോക്യുമെന്ററിക്കാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. ആരായിരുന്നു അതിന്റെ ഡയറക്ടർ പറയുന്നത്? ഓക്കെ, MK രാംദാസിന്റെ നെക്കൽ എന്ന് പറഞ്ഞ ഇതിനാണ് ഡോക്യുമെന്ററിക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ റീ റെക്കോർഡിങ്ങിന്, ഓക്കെ, റീ റെക്കോർഡിങ്ങിന് ഏതിനായിരുന്നു ലഭിച്ചത്? ഓക്കെ, MR രാജകൃഷ്ണന്റെ ആനിമലിനായിരുന്നു. ഓക്കെ, റീ റെക്കോർഡിങ്ങിന് MR രാജകൃഷ്ണന്റെ എന്താണ് ആനിമലിന്. അതുപോലെ മികച്ച ബാലതാരം. ഓക്കെ, മികച്ച ബാലതാരങ്ങൾ ആരാന്ന് നോക്കിയാലോ. മികച്ച ബാലതാരം നോക്കാം. ആരാണ്? സുകൃതി വേണി, കബീർ അതാണ് ഖണ്ഡാരെ, അതുപോലെ ട്രിഷ തോഹർ, ശ്രീനിവാസ് പൊകാലെ, ഭാർഗവ് ജഗദബ്. ഓക്കെ, ഭാർഗവ് ജഗദബ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേർ കാണുന്നത് പറയുന്നത് മികച്ച ബാലതാരത്തിലുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുള്ള ബാലതാരങ്ങൾ ആരെല്ലാം? സുകൃതി വേണി, കബീർ എന്താണ് ഖണ്ഡാരെ, അതിന്റെ ട്രിഷ തോഹർ, ശ്രീനിവാസ് എന്താണ് പൊകാലെ. ഓക്കെ, ശ്രീനിവാസ് പൊകാലെ എന്നാണ്. ഓക്കെ, ശ്രീനിവാസ് പൊങ്കാല എന്നൊന്നും വായിക്കരുത്. ഓക്കെ, ശ്രീനിവാസ് പൊകാലെ എന്നാണ്. അങ്ങനെ ഭാർഗവ് ജഗപത് ഈ പറയുന്ന വ്യക്തികൾക്കാണ് പറയുന്നത് മികച്ച ബാലതാരത്തിനുള്ള എന്ത് ലഭിച്ചത്? അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരൊക്കെയാണ്? സുഹൃദേ വേണി, കബീർ ഖണ്ഡാരെ, ട്രിഷ തോഹർ, ശ്രീനിവാസ് പൊകാലെ, ഭാർഗവ് ജഗപത് എന്നിവർക്കാണ് മികച്ച ബാലതാരത്തിന് എന്ത് ലഭിച്ചത്? പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം, മികച്ച ആക്ഷൻ കൊറിയോഗ്രഫിക്ക് ഉള്ളത്. ഓക്കെ, മികച്ച ആക്ഷൻ കൊറിയോഗ്രഫിക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ചിത്രം നോക്കാം. ഏതാണ് നോക്കാം? നന്ദു പൃഥ്വി എന്നിവർക്കാണ്. ഓക്കെ, നന്ദു പൃഥ്വി എന്നിവർക്ക് ഏത് സിനിമയ്ക്കാണ്? ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, ഹനുമാൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? ഇപ്പം മികച്ച ആക്ഷൻ കൊറിയോഗ്രഫിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു നന്ദു പൃഥ്വിക്ക് എന്നിവർക്ക്. ഹനുമാൻ നമുക്ക് കാണാൻ പറ്റുന്ന സിനിമ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ പറഞ്ഞ ഹനുമാൻ എന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച ആക്ഷൻ കൊറിയോഗ്രഫിക്കുള്ള അവാർഡ്. ഓക്കെ, നന്ദു പൃഥ്വി എന്നിവർക്കാണ്. ഓക്കെ, നന്ദു പൃഥ്വി എന്നിവർക്കാണ്. ഓക്കെ, അടുത്ത് നോക്കാം, മികച്ച നൃത്ത സംവിധാനം. ഓക്കെ, മികച്ച നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ച ആർക്കാ നോക്കാം. ആർക്കാണ്? വൈഭവി മർച്ചന്റിനാണ്. ആർക്കാണ്? വൈഭവി മർച്ചന്റിനാണ്. ഓക്കെ, വൈഭവി മർച്ചന്റിനാണ് എന്ത് ലഭിച്ചത്? മികച്ച നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ എന്താണ്? മികച്ച നൃത്ത സംവിധാനത്തിൽ അവാർഡ് ലഭിച്ച ആർക്കാണ്? വൈഭവി മർച്ചന്റിനാണ്. ആർക്കാണ്? വൈഭവി മർച്ചന്റാണ്. റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി. ഓക്കെ, റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഓക്കെ, റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച നൃത്ത സംവിധാനത്തിന് എന്ത് ലഭിച്ചത്? മികച്ച നൃത്ത സംവിധാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആർക്കാണ്? വൈഭവി മർച്ചന്റിന്റെ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന് പറഞ്ഞത് അല്ലേ. അവിടെ കാണപ്പെടുന്നുണ്ടല്ലോ അല്ലേ. രൺബീറിന്റെ ആലിയയുടെ ഒക്കെ പടമാണ് ഈ പറഞ്ഞ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നൃത്ത സംവിധാനം ചെയ്ത ആരാണ്? വൈഭവി മർച്ചന്റ് ആണ് എന്ത് ലഭിച്ചത്? പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരാണ്? വൈഭവി മർച്ചന്റ്. ഓക്കെ, അടുത്തത് മികച്ച ചമയം. ഓക്കെ, മികച്ച ചമയം നോക്കാം. മികച്ച ചമയത്തിന് കിട്ടിയ ആർക്കാണ്? ശ്രീകാന്ത് ദേശായിക്കാണ്. ആർക്കാണ്? ശ്രീകാന്ത് ദേശായിക്കാണെന്ന് പറയും മികച്ച ചമയത്തിലുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാണ്? ശ്രീകാന്ത് ദേശായിക്കാണ്. സാം ബഹദൂർ എന്ന സിനിമയ്ക്കാണ്. അതാണ് സാം ബഹദൂർ എന്ന സിനിമയ്ക്ക് ശ്രീകാന്ത് ദേശായിക്കാണ് മികച്ച ചമയത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാണ്? ശ്രീകാന്ത് ദേശായിക്ക് മികച്ച ചമയത്തിനുള്ള അവാർഡ് ലഭിച്ചു. സാം ബഹദൂർ എന്ന് പറയുന്നത് അറിയായിരിക്കും, തൊട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള ആരാണ്? സാം മനീഷ് അല്ലേ. സാം മനീഷയുടെ എൻ്റെ ജീവിതം കഥയാക്കിയിട്ടുള്ള വിക്കി കൗശൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സാം ബഹദൂർ സിനിമയ്ക്കുള്ള സാം ബഹദൂർ സിനിമയുടെ ചമയം ചെയ്തിട്ടുണ്ടായ ശ്രീകാന്ത് ദേശായിക്കാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത മികച്ച വസ്ത്രാലങ്കാരം നോക്കാം. മികച്ച വസ്ത്രാലങ്കാരം നോക്കാം. സച്ചിൻ ലോവർക്കർക്കും ദിവ്യ ഗംഭീർ, നിധി ഗംഭീർ എന്നിവർക്ക് സാം ബഹദൂർ സിനിമയ്ക്കാണ് ലഭിച്ചത് മികച്ച വസ്ത്രാലങ്കാരത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലേ, നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പഴയ രീതിയിൽ എന്താണ് ആ വേഷങ്ങൾ, പട്ടാളത്തിന്റെ ആ വേഷങ്ങളായിക്കോട്ടെ, അതിൽ തൊട്ടു അവിടെയുള്ള കോസ്റ്റ്യൂംസ് മറ്റോ ആയിക്കോട്ടെ എന്ത് ചെയ്യാം. അപ്പൊ അത് വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് ലഭിച്ചത് അല്ലെങ്കിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ട് ആർക്കായിരുന്നു?
സച്ചിൻ എന്താണ് ലോവർക്കർക്കും ദിവ്യ ഗംഭീർ, നിധി ഗംഭീർ എന്നിവർക്ക് ഏത് സിനിമയ്ക്കാണ്? സാം ബഹദൂർ എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, തൊട്ടുമ്പ് പറഞ്ഞ പോലെ തന്നെ അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള ആർക്കാണ്? സാം മനീഷ് അല്ലേ? സാം മനീഷിക്കാണ് എന്ത് ലഭിച്ചത്? ഈ പറയുന്ന സിനിമയിലെ എന്താണ് വസ്ത്രാലങ്കാരത്തിനും ചമയത്തിനുമാണ് ഇത് ലഭിച്ചത്. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച ചമയത്തിന് ശ്രീകാന്ത് ദേശായിക്കും, മികച്ച വസ്ത്രാലങ്കാരത്തിന് സച്ചിൻ ലോവർക്കർക്കും, അതേപോലെ ദിവ്യ ഗംഭീറിന്, നിധി ഗംഭീറിനും ഇത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കാം, മികച്ച സൗണ്ട് ഡിസൈൻ. ഓക്കെ, മികച്ച സൗണ്ട് ഡിസൈനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ആർക്കൊക്കെയാ നോക്കാം. ഓക്കെ, മികച്ച സൗണ്ട് ഡിസൈനകത്ത് സച്ചിൻ സുധാകരൻ, ഓക്കെ, സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ, ഓക്കെ, സച്ചിൻ സുധാകരൻ, അതേപോലെ ഹരിഹരൻ മുരളീധരൻ, സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. ഓക്കെ, ഇവർ രണ്ടുപേരും ഇതാണ് ആനിമൽ എന്ന് പറഞ്ഞ ചിത്രം. ഓക്കെ, ആനിമൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആനിമൽ എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ രൺബീറിന്റെ പടമായിട്ടുള്ള എന്താണ് ആനിമൽ എന്ന ചിത്രത്തിനകത്തെ സൗണ്ട് ഡിസൈനിങ്ങിനാണ് എന്ത് ചെയ്ത് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കൊക്കെയാണ്? സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനുമാണ്. ഓക്കെ, സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും. ഓക്കെ, അതേപോലെ തന്നെ മികച്ച സംഭാഷണം. ഓക്കെ, മികച്ച സംഭാഷണത്തിനുള്ള അവാർഡ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ആർക്കാണ്? അതാണ് ദീപക് കിഗ്രാനി. ദീപക് കിഗ്രാനിക്കാണ്. ഏത് സിനിമയ്ക്കാണ്? സിർഫ് ഏക് ബന്ദ കാഫി ഹെ. ഓക്കെ, സിർഫ് ഏക് ബന്ദ കാഫി ഹെ എന്നുള്ള സിനിമയ്ക്കാണ്. ഓക്കെ, സിർഫ് ഏക് ബന്ദ കാഫി ഹെ എന്ന സിനിമയ്ക്ക് ആർക്കാണ്? ദീപക് കിഗ്രാണിക്ക്. ഓക്കെ, ദീപക് കിഗ്രാണിക്ക് എന്ത് ലഭിച്ചത്? മികച്ച സംഭാഷണത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്ന് പറയുന്നത് പ്രത്യേക ജൂറിക്കുള്ള അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് പറയുന്നത് മികച്ച സൗണ്ട് ഡിസൈനറാണ്. ഓക്കെ, മികച്ച സൗണ്ട് ഡിസൈനർ നോക്കുകയാണെങ്കിലാണ് സച്ചിൻ സുധാകരൻ, അതായത് ഹരിഹരൻ മുരളീധരൻ. ഓക്കെ, സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനുമാണ്. ആനിമൽ എന്ന ചിത്രത്തിനാണ്. ഇതാണ് ആനിമൽ എന്ന ചിത്രത്തിനാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഓക്കെ, മികച്ച സൗണ്ട് ഡിസൈനറിനുള്ള അവാർഡ് ആർക്ക്? സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ. ഏത് സിനിമയ്ക്കാണ്? ആനിമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എന്ത് ചെയ്ത് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം, മികച്ച സംഭാഷണം. ഇതാണ് മികച്ച സംഭാഷണം. നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ്? ദീപക് കിഗ്രാനിക്കാണ്. ആർക്കാണ്? ദീപക് കിഗ്രാനിക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച സംഭാഷണത്തിലുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സിനിമയാണ് നോക്കാം. ഏത് സിനിമയാണ്? സിർഫ് ഏക് ബന്ദ കാഫി ഹെ. സിർഫ് ഏക് ബന്ദ കാഫി ഹെ എന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? പ്രത്യേക ജൂറി പരാമർശം. എന്തിന്? മികച്ച സംഭാഷണത്തിന്. ഓക്കെ, മികച്ച സംഭാഷണത്തിന് ആരായിരുന്നു? ദീപക് കിഗ്രാനിക്കായിരുന്നു. ആർക്കാണ്? ദീപക് കിഗ്രാനിക്ക് മികച്ച സംഭാഷണത്തിലുള്ള എന്ത് ലഭിച്ചിരുന്നു? പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഈ നമ്മുടെ 71ാമത് ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ASLB അക്കാഡമി. ഓക്കെ, നമ്മുടെ ASLB അക്കാഡമി നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിവിൽ പോലീസ് ഓഫീസർ, അതേപോലെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ റെസ്ക്യൂ ഓഫീസർ, അതുപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നിവയിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലേക്കൊക്കെ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്, നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ജോലികളൊക്കെ കയറാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല. ഓക്കെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ASLB അക്കാഡമിയുടെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എടുത്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റും ഉണ്ട്, പഠിക്കുന്നതോട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആയാലും നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സല്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ടാവും, അല്ലെങ്കിൽ എന്താണ് കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളാവാം, നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളാവാം, എന്തൊരു സംശയം ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയം മറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുള്ളൂ. അതേപോലെ നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് നല്ലൊരു ജോലി പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.